ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിനത്തിൽ പ്രതീക്ഷയോടെ നിക്ഷേപകർ. കമ്പനികൾക്ക് ബ്രോക്കറേജുകൾ മികച്ച റേറ്റിംഗ് നൽകിയത് വിപണിയെ തുണയ്ക്കുമെന്ന് പ്രതീക്ഷ. ക്രൂഡ് വില താഴ്ന്നു. സ്വർണ്ണവില കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 49,360 രൂപയായി. ഒളിമ്പസ് ബ്ലോക്ക് ഡീലിലൂടെ 10% ഓഹരികൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റത് ആസ്റ്ററിന് തിരിച്ചടിയായി. ലോകത്തെ ഏറ്റവും വേഗമേറിയ ഓഹരി സെറ്റിൽമെന്റിന് ദലാൽ സ്ട്രീറ്റിൽ തുടക്കമായി. ഓഹരി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ദിവസം തന്നെ സെറ്റിൽമെന്റ് സാധ്യമാക്കുന്ന T+0 സെറ്റിൽമെന്റ് ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഇടപാട് ഉച്ചയ്ക്ക് 1:30 വരെ. ആദ്യഘട്ടത്തിൽ വ്യാപാരം നടത്തുന്ന 25 ഓഹരികളുടെ പട്ടിക BSE പുറത്തുവിട്ടു. 6 മാസത്തെ നിരീക്ഷണത്തിന് ശേഷം കൂടുതൽ ഓഹരികളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം രാഷ്ട്രീയമാകരുതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനങ്ങൾ തർക്കിച്ച് സമയം കളയാതെ വാദങ്ങൾ ധനകാര്യ കമ്മീഷന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി. ചില മേഖലകൾക്കുള്ള ഉയർന്ന നികുതി സർക്കാരിന്റെ സ്ഥിരമായ നിലപാടല്ലെന്ന് പരാമർശം. തന്ത്രപ്രധാന മേഖലകളിൽ മാത്രമായി പൊതുമേഖലയുടെ സാന്നിധ്യം ചുരുക്കുമെന്ന് ധനമന്ത്രി. പെൻഷൻ സ്കീം പരിഷ്കാരത്തിൽ സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്നും നിർമ്മലാ സീതാരാമൻ. വിദേശ റോഡുകളിലെ മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളുടെ കയറ്റുമതി 6.25 ലക്ഷം കടന്നു. കയറ്റുമതിയിൽ മുന്നിൽ മാരുതിയും ഹ്യുണ്ടായും. മാരുതി, ഹ്യുണ്ടായ്, മഹീന്ദ്ര വാഹനങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വൻ ഡിമാൻഡ്. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ തൊഴിൽ രഹിതരായ ചീഫ് എക്സിക്യൂട്ടീവുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട CXOകൾ ജോലി കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നുവെന്ന് റിപ്പോർട്ട്. പരമ്പരാഗത കമ്പനികൾ ഉയർന്ന ശമ്പളത്തിലും ഫാൻസി പദവികളിലും നിയമനം നൽകാൻ മടിക്കുന്നത് മുതിർന്ന പ്രൊഫഷണലുകൾക്ക് തിരിച്ചടിയാകും. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മാർക്കറ്റ് ഇന്നും നല്ല രീതിയിലാണ് മുന്നേറുന്നത്. രാവിലെ തന്നെ ഹരിതത്തിലാണ് മാർക്കറ്റിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. ദേശീയ ഓഹരി വിപണി നോക്കിക്കഴിഞ്ഞാൽ 22,216 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 93 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം. അതേപോലെ തന്നെ ബാങ്കിംഗ്, ധനകാര്യ മേഖലകൾ ഇന്നും നല്ല രീതിയിൽ വ്യാപാരം തുടരുന്നു എന്നത് വിപണിക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 449 പോയിന്റ് ഉയർന്ന് 73,443 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 73,000 എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ കടന്നു എന്ന് പറയാം. ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, നിക്ഷേപകരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും എന്ന് വിശകലനം ചെയ്യുന്നതിനായി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിവസമാണ്. എന്താണ് നിക്ഷേപകരുടെ പ്രതീക്ഷ? ഏത് രീതിയിലായിരിക്കും ഇന്ന് വിപണിയിലെ ട്രെൻഡ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെ ഓപ്പൺ ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകുന്നതായിട്ട് കണ്ടത്. എന്നാൽ 22,300-325 ലെവലൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നല്ല ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ലെവൽ കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ന് ഈ ഇയറിന്റെ അതായത് 23-24 ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഉയർന്ന് ക്ലോസ് ചെയ്യാനാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം. അതായത് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെയുള്ളവർക്ക് അവർക്ക് മാക്സിമം NAV ഒക്കെ ഉയർന്നു നിൽക്കും എന്നുള്ളതിന് ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അത് മാത്രമല്ല, ബാങ്കിങ് ഷെയർസ് ഇന്ന് നല്ല രീതിയിൽ പെർഫോം, പ്രത്യേകിച്ച് HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഓവറോൾ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. ഇന്നെന്തായാലും വിപണി മുന്നേറുകയാണ്. ഇനി വൈകുന്നേരം വരെ എന്തായിരിക്കും അവസ്ഥ എന്ന് അടുത്ത മാർക്കറ്റ് വ്യൂവിൽ 1:45 അറിയാം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞാൽ മോർണിംഗ് ഷോ തുടരും. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.